വിശ്വാസമാണിത്, എന്തെങ്കിലുമല്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സഹോദര ഉസ്താദുമാർ ഞങ്ങൾക്കിത് പറഞ്ഞു തന്നത്. അവരെല്ലാം ആത്മാർത്ഥമായാണ് ഇത് ചെയ്തത്. സ്വഹാബത്ത് മുഴുവനും അങ്ങനെയാണ് മുത്തുനബിയെ കണ്ടത്. വെള്ളമില്ല, അവർ ഇലാ ഹദ്റത്തി റസൂലില്ല, സുഖമില്ല, ഇലാ ഹദ്റത്തി റസൂലില്ല. അവിടുന്ന് വഫാത്തായ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുന്ന രണ്ടാം ഖലീഫയുടെ നേതൃത്വത്തിൽ സ്വഹാബത്ത് വെള്ളം കിട്ടാതെ വന്നപ്പോ പോയത് എങ്ങോട്ടാണ്? ഇലാ ഹദ്റത്തി അമ്മി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ യുടെ അരികിലേക്ക് പോകുന്നു. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, രാജ്യത്തിന്റെ ഭരണാധികാരി. ഒരു തങ്ങളെ കൊള്ള പോകുന്നു. എന്തിന്? മഴയില്ല, തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറയാൻ. ഭരണാധികാരി കൂട്ടുകാരെ വിളിച്ച് എന്തിനു പോകണം? അവിടെയാണോ റബ്ബ്? അവിടെയാണോ അല്ലാഹ്? റസൂലുള്ളാഹി തങ്ങളെ കൊള്ളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗദയിൽ ചെന്ന് ആരെങ്കിലും കൈമലർത്തി അവിടെ നിന്ന് ഇങ്ങനെ ദുആ ചെയ്യണത് കണ്ട ടീം വന്നിട്ട് പറയും യല്ലാ യല്ലാ. രണ്ട് അറബി പറഞ്ഞാൽ ഒക്കെ ശരിയായി എന്ന് അവർ വിചാരിച്ചേ. അങ്ങോട്ട് ഖിബില കൊള്ള തിരിക്കും. അപ്പൊ നമ്മളോട് ഇങ്ങനെ തിരിയാം, അങ്ങോട്ട് തിരിയാം. നമ്മുടെ കൂട്ടത്തിലൊരാൾ ഇത് പറഞ്ഞവരോട് തിരിച്ചു പറഞ്ഞത് എന്താ? അവിടെയാണ് അല്ലാഹ് ഉള്ളതെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിയാ. ബസ്, ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുന്നു, അങ്ങോട്ട് തിരിയാൻ പറഞ്ഞ അവിടെ അല്ലാഹ് ഉണ്ടോ? എന്നാ ഞങ്ങൾ അങ്ങോട്ട് തിരിയാ. അല്ല, അവിടെ അങ്ങനല്ല. എന്നാ പിന്നെ എന്തിനാ ഞങ്ങൾ അങ്ങോട്ട് തിരിയാൻ പറയണേ? ഞാൻ അള്ളാഹിനോടല്ലേ തീർക്കണ്. എവിടേക്ക് തിരിഞ്ഞാലെന്താ? അള്ളാഹുവിനോടല്ലേ ഞാൻ ദുആ ചെയ്യുന്നത്, പിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലെന്താ എന്നല്ല. ഞാൻ എന്തിനാണ് സഹോദരൻ അവിടുന്ന് മദീനത്തേക്ക് ടിക്കറ്റ് എടുത്ത് പോയത്? അപ്പൊ ഇവിടുന്ന് മദീനത്തേക്ക് നേരെ ബാക്കിക്ക് പോയാൽ മദീനത്തേക്ക് എത്തുമോ? എത്തൂലല്ലോ. അങ്ങോട്ട് എത്തണമെങ്കിൽ അങ്ങോട്ട് തന്നെ പോണ്ടേ. അങ്ങോട്ട് പോയി ഫ്ലൈറ്റ് കയറി ടിക്കറ്റ് എടുത്ത് അവിടെ എത്തോളം പോയി. അവിടെ ചെന്നാൽ പിന്നെ ഇങ്ങോട്ട് തിരിയണം. അവിടം വരെ പോയതൊന്നും ശിർക്കല്ല. അവിടെ ചെന്നിട്ട് പിന്നെ അങ്ങോട്ട് നോക്കിയ ചിർക്ക് ആണല്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് അവിടം വരെ പോയത് ഈ ഒരു നബിയെ ബഹുമാനിച്ചുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു നേതാവിനെ സന്ദർശിക്കാനാണ്. അപ്പൊ അത് പ്രേമത്തിന്റെ ഭാഗമാണ്, അത് ആദരവിന്റെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. വജബത് ലഹു ശഫാഅതി, അവിടുന്ന് പറഞ്ഞു വൻസാറ ഖബരി വജബത് ലഹു ശഫാഅതി, എന്റെ ഖബർ സിയാറത്ത് ചെയ്തവൻ എന്റെ ശുപാർശ നിർബന്ധമായി. മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി, ഹജ്ജിന് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ പോയവൻ എന്നോട് പിണങ്ങിയവനാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അങ്ങനെ അത്രയും സ്നേഹത്തിൽ അവിടുത്തെ മുന്നിൽ ചെന്ന് സഹോദര മുതലാളിക്ക് മുമ്പിൽ കൈമലർത്തുന്നത് ഒരു കുഴപ്പമില്ല. എൻ്റെ കുട്ടിനെ കെട്ടിക്കാൻ എന്തെങ്കിലും എൻ്റെ അവസ്ഥ ശിർക്കൊന്നുമില്ല. മുതലാളിയാണോ റബ്ബ്? കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഹൃദയത്തിൻ്റെ അവസ്ഥക്കനുസരിച്ചാണ് കൈ പൊങ്ങല്. നമ്മുടെ പ്രശ്നം സങ്കീർണമാണെങ്കിൽ, ഈ അടുത്തൊരു ഒരു മൗലവിയുടെ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് കേട്ടു, വിഷമം തോന്നിപ്പോയി. രണ്ടാം വട്ടം ഒരു ഡോക്ടറെ അടുത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ശിർക്കായി. ഒന്നാം വട്ടം പോയത് തൗഹീദ്, രണ്ടാമത്തെ വട്ടം പോയ ശിർക്കായിരുന്നു. കാരണം ആ ഡോക്ടറിൽ എന്തോ ഒരു പ്രതീക്ഷ അർപ്പിച്ചു. തൗഹീദിന്റെ കടുകട്ടിയാണ് പറയുന്നത്. എത്ര അപകടമാണ്. ഞാൻ നേരിട്ട് ഒരു സംവാദത്തിൽ ഒരു ഹുസൈൻ ഫൈസി എന്ന് പറഞ്ഞ ഒരു പന്നിപ്പാറ എന്ന പേരിൽ, ആളെ നാടിൻ്റെ പേര് പന്നിപ്പാറ എന്നാണ്, അല്ലാതെ നമ്മൾ വേറെ ഒന്നും വിഷമിച്ച് പന്നി പ്ലസ് പാറ അങ്ങനെ പറഞ്ഞതല്ല. പന്നിപ്പാറ എന്നാണ് ആളെ നാട്ടിൻ്റെ പേര്. അല്ലാതെ അതിഞ്ഞിപ്പോൾ ഒരു ക്ലിപ്പാക്കണ്ട. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നമ്മൾ ക്ലിപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ സംസാരിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നത് ഈ കോലത്തിലാണെങ്കിൽ പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു ഉമ്മ ഡോക്ടറോട്, ഡോക്ടറെ എൻ്റെ കുട്ടിയുടെ രോഗം മാറ്റി തരണേ എന്ന് പറഞ്ഞാൽ ഷിർക്ക്. ഡോക്ടറോട് എൻ്റെ കുട്ടീൻ്റെ രോഗം മാറ്റണം എന്ന് പറഞ്ഞാൽ ഷിർക്കായാൽ നമ്മളെ നാട്ടിൽ മുസ്ലിം ഉണ്ടാവുമോ? നമ്മളമ്മമാരൊക്കെ ചെന്നിട്ട് എൻ്റെ കുട്ടിക്ക് പനിയാണ്, ഡോക്ടർ എങ്ങനെങ്കിലും റാഹത്താക്കി നിന്ന് മാറ്റി എൻ്റെ കുട്ടീനൊന്ന്. എല്ലാ അമ്മമാരും അതല്ലേ പറയണേ, എല്ലാ അപ്പാരും അതല്ലേ പറയണേ, എല്ലാവരും അതല്ലേ പറയണേ. അതുകൊണ്ട് ഇപ്പൊ ഡോക്ടർ ദൈവമാവോ, പടച്ചോനാവോ, അള്ളാഹു ആവോ, എവിടെന്നാകണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ എന്താ അവിടെ പ്രശ്നം? അതല്ലെങ്കിൽ അവിടുന്ന് വല്ല മാറ്റം ഉണ്ടാവോ? ഇനിയിപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോയിക്കോളൊന്നൊന്നുമില്ല. ഡോക്ടർക്ക് ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചാൽ വീട്ടിൽ തന്നെ കുത്തിരുന്നാൽ മതി, അങ്ങോട്ട് പോകണ്ട. പണ്ടാരോ പറഞ്ഞ് മമ്പുറത്തേക്ക് പോകണമെന്ന് ചിർക്ക് വരാൻ എന്തൊരു റിസ്ക്കാണ്. ഇവിടുന്ന് വണ്ടി വിളിച്ച് മമ്പുറം വരെ പോകണമെന്ന് ചിർക്കൊന്നുണ്ടാകണമെങ്കിൽ പൊന്നാര ചങ്ങായി എജ്ജ് അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ കുത്തിരുന്നാൽ മതി. ചിർക്ക് മനസ്സിലാണ്, അത് വിശ്വാസത്തിലാണ്. അതിന് മമ്പുറത്തേക്ക് പോകണ്ട. ചിർക്ക് അവിടെ ഇരുന്നാൽ വരും. മമ്പുറത്തേക്ക് പോകാ, ഈ സംഗതിയൊക്കെ ചെയ്യാൻ എനിക്ക് ഉള്ളിലുണ്ടോ? എന്നാ ചിർക്ക് ചെയ്ത് അത് ചിർക്കാണെങ്കിൽ ഷിർക്ക് വിശ്വാസത്തിലാണ്, അതിന് കർമ്മം വേണ്ട. മൊയ്തി ഷേഖെ കാക്കണേ എന്ന് വിളിച്ചാൽ അവന്റെ കൽബിൽ
ശിർക്കാണുള്ളതെങ്കിൽ അത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ശിർക്കാ. പിന്നെ എന്തിനാണ് സമുദായത്തെ വഞ്ചിക്കുന്നത്? ശിർക്കിന്റെ വിശ്വാസം ഏതാണെന്നല്ലേ സമുദായത്തിന് പഠിപ്പിക്കേണ്ടത്? ശിർക്കിന്റെ വിശ്വാസം ഏതാണെന്നല്ലേ പഠിപ്പിക്കേണ്ടത്? മൊയ്തി ശേഖി കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഞങ്ങളത് പറയാൻ കഴിയാത്തൊരു നാപ്പട്ടനും ശിർക്കില്ലേ? ശിർക്ക് വിശ്വാസത്തിലല്ലേ? ഏത് വിശ്വാസത്തെയാണ് നീ തൊട്ടു കാണിക്കുന്നത്? ഈ വിശ്വാസമാണ് ശിർക്ക് എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അവരെട്ടായത്. ഇപ്പോഴും പൊട്ടി പിളർന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഞാൻ കേൾപ്പിച്ച ശബ്ദം അവരുടെ നേതാവായ വഹാബികളുടെ നേതാവിൻ്റെ ശബ്ദമാണ്. അവരിപ്പോഴും തർക്കിച്ച് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തീർച്ചയായ കാര്യമാണ്, ഒരു ഡൗട്ടുമില്ലാത്ത സത്യമാണ്. സമുദായമേ, ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും പരിചയമുള്ള ഏതെങ്കിലും ഒരു വഹാബി കൂട്ടുകാരനെ നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾക്ക് അവനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവനെ നിങ്ങൾ വിടരുത്. അവനക്കിത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള സകല ശ്രമവും നിങ്ങൾ നടത്തണം. ഒരു വലിയ ആരവങ്ങളും സംഭവങ്ങളൊന്നും വേണ്ട. അവനെ പിടിച്ച് ഇരുത്തി കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്രമേൽ അപകടകരമായ ആശയത്തിലാണ് അവർ അതപ്പതിച്ച് ചെന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ നിർത്തുന്നു. നമുക്ക് സ്വലാത്ത് ചെല്ലാം, പിരിയാം. ഒരു കാര്യം, ഇത്തരം വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് ഇത്തരം സംശയങ്ങളും ഡൗട്ടുകളും ചോദിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ കൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രവർത്തകരൊക്കെ ഒന്ന് സൗദിയെ പോയി വന്നോലും ഒന്ന് അവിടെ ഒന്ന് കറങ്ങി വന്നവരൊക്കെ നാട്ടിൽ ചെന്നിട്ട് ബുഖാരി എന്താ പറഞ്ഞു? ഇന്നലെ ഇവിടെ നിന്ന് കച്ചവടം കഴിഞ്ഞ് പോയ ആളാണ്. മദ്രസ 2ാം ക്ലാസ്സിൽ നിന്ന് ചാടിയതുമാണ്. പിന്നെ സൗദിയിൽ നിന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ അതിൽ ബുഖാരിയിൽ ഇപ്പോ എങ്ങനെയാണ് ഇപ്പൊ ആ വിഷയത്തിന്റെ രൂപം എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അവർക്ക് നേരെ ബുഖാരിയാണ് കിട്ടും. ബുഖാരി എന്നാ പറയാ. അതെന്താന്ന് മനസ്സിലാകത്തോണ്ടാണ് ബുഖാരി. 2 വർഷം കൊണ്ട് ഇവൻ എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി. 3-4 ആയത്തൊക്കെ അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞൊക്കെ കേട്ട തോന്നും. ലാ തദ്ഉ മഅല്ലാഹി അഹദ. നിനക്കറിയോ, നീ വിചാരിച്ച മാതിരി ഒന്നല്ല, ഖുർആനിൽ നിന്നൊരു സംഗതി ഉണ്ട്. ഇവനിപ്പോ കേൾക്കാണ്. അപ്പൊ അതിങ്ങനെ പറഞ്ഞ് അപ്പൊ ഈ നാട്ടിൽ സാധാരണക്കാർ ഈ വഴിയോരങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു പടച്ചോനെ, ഇത് എന്ത് കുലുമാലാണ് റബ്ബെ, ഖുർആനും ഹദീസൊക്കെ ഓതുന്നത്. ഇന്നലെ ഈ പോയ ചങ്ങായിക്ക് ഒരു പൊടുത്തുണ്ടായിരുന്നില്ല, ഇത് എന്താണിത്? അപ്പൊ ആൾക്കാർ ഇങ്ങനെ കേൾക്കും, ഇവനിങ്ങനെ ചൊറിയും. ഇത്തരം സദസ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചാലൊക്കെ കയറി വരൂല്ല, അവിടെ നിന്ന് ഇങ്ങനെ ചൊറിയും. അപ്പൊ അതുകൊണ്ട്